Hi friends, welcome to Dhiya's world. ഞാൻ ഇന്ന് ഇവിടെ മിൽക്ക് പൗഡറും കൊണ്ട് ഒരു അടിപൊളി സ്വീറ്റ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് കൂടെ തന്നെ ഉള്ള ബെൽ ഐക്കോണും പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഈ മിൽക്ക് പൗഡർ സ്വീറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പല രീതികളിൽ മിൽക്ക് പൗഡർ സ്വീറ്റ്സ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാ, അതേസമയം ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ ഈ മിൽക്ക് സ്വീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിനകത്ത് 2 ടീസ്പൂണോളം നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ഇപ്പം നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. ഈ 1 കപ്പ് മിൽക്ക് പൗഡറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 1/2 കപ്പോളം പൗഡേർഡ് ഷുഗറാണ് ചേർക്കുന്നത്. ഞാൻ സാധാ ഷുഗർ എടുത്ത് മിക്സിക്കകത്തിട്ട് ഒന്ന് നല്ലോണം ഫൈനായിട്ട് അടിച്ച ഷുഗറാണ്, ചെയ്ത ഷുഗറാണ്. അതും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഞാൻ മൊത്തമായിട്ട് 1 കപ്പ് മിൽക്ക് പൗഡറിന് 3/4 കപ്പ് ഷുഗർ ചേർക്കുന്നുണ്ട്. അതിൽ ആദ്യം 1/2 കപ്പാണ് ഇവിടെ ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കൂടുതലൊന്നും തീ ഒന്ന് സ്ലോ ആയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ബേണായി പോവും. അപ്പം നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഞാനൊരു 1/4 കപ്പോളം പാലാണ് ചേർക്കുന്നത്. പാലും കൂടി ചേർത്ത് നമ്മൾ ഇളക്കുമ്പം നല്ലോണം വെള്ളം പോലെ ആവും. അത് വീണ്ടും നല്ല കുറുകി ഒന്ന് നല്ല തിക്കായിട്ട് കൺസിസ്റ്റൻസി വരുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇനിയും കുറച്ചും കൂടി ആവാനുണ്ട്. ഈ സമയത്ത് ഞാൻ ബാക്കിയുള്ള പൗഡേർഡ് ഷുഗറും കൂടി 1/4 കപ്പ് ഉണ്ട്, അതും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ടീസ്പൂണ് എക്സ്ട്രാ ആയിട്ട് ഗീയും ചേർക്കുന്നുണ്ട്. ഇതും കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് പാനിലൊന്നും ഒട്ടാത്ത രീതിയിൽ വരുന്ന വരെ നമ്മളതൊന്ന് ഇളക്കണം. നമ്മൾ നേരത്തെ കാഷ്യൂ നട്ട്സ് സ്വീറ്റ്സ് ചെയ്ത പോലെ തന്നെ ഇതും പാനിൽ ഒന്നും ഒട്ടാത്ത രീതിയിൽ, എല്ലാ സ്വീറ്റ്സും അങ്ങനെയാണ് ചെയ്യുന്നത്. പാനിലൊന്നും ഒട്ടാത്ത രീതിയിൽ വേണം വരുമ്പോഴത്തേക്ക് നമുക്കത് ഇറക്കി മാറ്റാം. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ലോണം ആയിട്ടുണ്ട്. ഇത് നമുക്കിനി വേറെ ഒരു ബൗളിനകത്ത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വിടാം. ഇപ്പം ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വേറെ ഒരു ഡിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പകുതി മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പം ഇതിനെ നമ്മൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്ത് മാറ്റാം സ്വീറ്റ്സ് ആയിട്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഒരു ബോളായിട്ട് എടുത്തിട്ട് കയ്യിൽ ചെറുത് നെയ്യ് തേച്ചതിന് ശേഷം ബോൾസായിട്ട് മാറ്റി നടുക്കൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ബാദാമാണ് വയ്ക്കുന്നത്. കാഷ്യൂ നട്ട്സോ പിസ്തയോ നമ്മൾ ഏതാണോ ആവശ്യമോ അത് വയ്ക്കുക. അപ്പം അത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി മിൽക്ക് പൗഡർ സ്വീറ്റ്സ് റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയാണ്, അതേസമയം എളുപ്പമാണ്. അപ്പോൾ ഈ സ്വീറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ സ്വീറ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് കൂടെ തന്നെ ഉള്ള ബെൽ ഐക്കോണും പ്രസ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലോട്ട് നിങ്ങളെ കാണുന്നവരെ until then is bye from